മരട് കൊട്ടേഷൻ കേസിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ആന്റണി ആശാൻ പറമ്പിലും ജിൻസൺ പീറ്ററും കീഴടങ്ങിയിരിക്കുന്നു. സമീർ കൊച്ചിയിൽ നിന്ന് നൽകും വിവരങ്ങൾ. സമീർ, നേരത്തെ ആന്റണി ആശാൻ പറമ്പിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളിയിരുന്നു. കോടതി നിർദ്ദേശം നൽകിയിരുന്നു എത്രയും വേഗം കീഴടങ്ങണമെന്ന്. എവിടെ എത്തിയാണ് ഇവർ കീഴടങ്ങിയത്? എപ്പോഴാണ് കീഴടങ്ങിയത്? മനു, അല്പസമയം മുമ്പാണ് കോൺഗ്രസ് നേതാവും മരട് നഗരസഭയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള ആന്റണി ആശാൻ പറമ്പിലും കൗൺസിലർ ജിൻസൺ പീറ്ററും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഇവരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇവർ ആദ്യം എറണാകുളം സെഷൻസ് കോടതിയിലും തുടർന്ന് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ രണ്ട് കോടതികളും തള്ളിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ഇവര് സംസ്ഥാനം വിട്ടതായാണ് സൂചന. സംസ്ഥാനം വിട്ടു എന്നായിരുന്നു പോലീസ് നൽകിയിരുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രതികളും ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയിരിക്കുന്നത്. 2013 INTUC ആയിട്ടുള്ള AA ഷുക്കൂറിനെ തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും അദ്ദേഹം ഏറ്റെടുത്ത കരാറുകൾ ഒഴിവാക്കി മാറി നിൽക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് ഷുക്കൂർ സമ്മതിച്ചില്ല. തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലും ഇവരുടെ ഷുക്കൂറിന്റെ വീട്ടിലെത്തി മർദ്ദിക്കുകയും ഈ കരാറുകൾ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഭായ് നസീർ അടക്കമുള്ളവരെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കൊട്ടേഷൻ കേസിലാണ് ഈ രണ്ട് പ്രതികളും ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭായ് നസീർ അടക്കമുള്ള 9 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാലും ഈ രണ്ട് പ്രതികളായിരുന്നു ഒളിവിൽ പോയിരുന്നത്. ഇവരാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ സിഐയുടെ ഓഫീസിൽ എത്തിക്കൊണ്ട് കീഴടങ്ങിയിരിക്കുന്നത്. പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു, സമീർ, ആന്റണി ആശാൻ പറമ്പിൽ പറഞ്ഞിരിക്കുന്നു താൻ ഒളിവിൽ പോയിട്ടില്ല, തനിക്കെതിരായ കേസ് ആസൂത്രിതമാണെന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമാണ്. കാരണം ആന്റണിയെ സംരക്ഷിക്കുന്നത് കൊച്ചിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്ന തരത്തിലൊക്കെ ആരോപണം കേട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ആന്റണി പറഞ്ഞത് വളരെ ഗുരുതരമായ കാര്യമാണ്. മനു, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന വിവരം ആന്റണി ആശാൻ പറമ്പിൽ കേരളം വിട്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആന്റണിയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലേക്ക് ആന്റണിയെ ഒളിപ്പിക്കുന്നതിൽ സാധാരണ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉന്നതർ ഇടപെട്ടുകൊണ്ട് മാത്രമേ ആന്റണിയെ ഒളിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു ആക്ഷേപമാണ് നിലനിന്നിരുന്നത്. ഈ ഒരു വേളയിലാണ് ആന്റണി ആശാൻ പറമ്പിൽ താൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നു ഒളിവിൽ പോകുക മാത്രമല്ല സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരം ആന്റണിക്ക് വേണ്ടിയിട്ടും ജിൻസൺ പീറ്ററിന് വേണ്ടിയിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ എവിടെയായിരുന്നു? ആന്റണി ആശാൻ പറമ്പിൽ തീർത്തും ഒളിവിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു ആന്റണി ആശാൻ പറമ്പിൽ ഇത്രയും ദിവസം? പ്രത്യേകിച്ചും ഒരു മാസത്തോളമായി ഈ കേസിന്റെ അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. 2013 രജിസ്റ്റർ ചെയ്ത കേസും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ സമാനമായ പരാതി ഷുക്കൂർ നൽകുകയും തന്റെ വീട്ടിലെത്തിക്കൊണ്ട് വിവസ്ത്രനാക്കിക്കൊണ്ട് ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ള രണ്ടാമത്തെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടും ഈ രണ്ട് പ്രതികളും, അതായത് ആന്റണി ആശാൻ പറമ്പിലും ജിൻസൺ പീറ്ററും കീഴടങ്ങിയിരുന്നില്ല. ഇവർ ഒളിവിൽ പോവുകയാണ് ചെയ്തിരുന്നത്. ഈ വേളയിൽ ആന്റണി ആശാൻ പറമ്പിൽ ഉറച്ചു പറയുന്നു താൻ ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ഇത്രയും നാൾ ഇവർ എവിടെയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും ഈ പ്രതികളെ ഒളിപ്പിക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി. ശരി, സമീറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആന്റണി ആശാൻ പറമ്പിലും ജിൻസൺ പീറ്ററും കോൺഗ്രസ് നേതാക്കൾ മരട് കൊട്ടേഷൻ കേസിലെ പ്രതികൾ കീഴടങ്ങി.